പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല, ഒന്ന് തോന്നി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നാട്ടിൽ നിന്നുണ്ടോ, ഇവിടുത്തെ മൂന്നാമത്തെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പന്നി. നാട്ടിൽ നിന്ന് പന്നി വേവിച്ച് കൊണ്ടുവന്നു. അതാണ്ട് കവറിനകത്താക്കി ഫ്രീസറിൽ വയ്ക്കും. അങ്ങനെ കൊണ്ടുവന്നു അതിൻ്റെ തണുപ്പ് മാറ്റി നമ്മളെല്ലാ മസാലയും ചേർത്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തിരി കൊച്ചുള്ളി, ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി മാത്രം ഒന്നിട്ട് വാട്ടുക. എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു നല്ല അങ്ങ് കറുത്ത കളറാവണ്ട, ഒരു ചെറിയ ഇളം കളറായാൽ മതി. അത് കഴിയുമ്പോഴത്തേ നമുക്ക് ഇതും തട്ടിയിടണം. ഇച്ചിരി ഗരം മസാല ഇടണം, നോക്കണം എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. അപ്പോൾ ഇച്ചിരി ഗരം മസാലയുടെ കുറവാണെങ്കിൽ ഇച്ചിരി ഗരം മസാല, ഇച്ചിരി കുരുമുളക് ഇത്ര ഇട്ടാൽ മതിയാകുമായിരിക്കും. അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ എടുക്കണമെന്നേ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞായിപ്പോയത്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കറിവേപ്പില കാണും, എന്നാലും ഒരു ഇച്ചിരി ഇടാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില അത് തീരുന്നിടം വരെ എനിക്കിനി വാരിയിടിയില്ല. തീർന്നു കഴിയുമ്പോഴത്തേക്ക് വിഷമിച്ചിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ബാക്കിയെല്ലാം ഇതല്ലേ മായമല്ലേ. പിന്നെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുന്നവരൊക്കെ ഞങ്ങൾക്ക് കറിവേപ്പില തരുമായിരുന്നു. അപ്പോൾ ഈ യുദ്ധമൊക്കെ ആയതുകൊണ്ട് കുറവാണ് പോക്ക്. ഇത്രയും വാടിയാൽ മതി. നമ്മൾ ആ പന്നി എടുത്തിട്ടു. ഒന്ന് നല്ലതുപോലെ ഞാനൊന്ന് ഒലത്തിയിട്ട് വരാം. ഇതിനെന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ നമ്മളിച്ചിരി ആ മസാലയും കൂടി ഇട്ടാൽ മതി. ബാക്കി ഇതെല്ലാം നല്ലതുപോലെ വേവിച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വേവിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ഈ ഉള്ളിയുടെ മാത്രമായിരിക്കും ഇത്തിരി കുറവ്. കണ്ടോ, നല്ലതുപോലെ ഇതിനകത്ത് നെയ്യ് ഇറങ്ങും. എന്താണെന്ന് വെച്ചാൽ പന്നിയല്ലേ, അവർക്ക് നെയ്യ് ഉണ്ടല്ലോ, അതിറങ്ങും. അതുകൊണ്ട് അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി കുരുമുളകിൻ്റെ കുറവുണ്ട്. കുരുമുളക് പൊടി ഇട്ടു. ഇത്തിരി ഗരം മസാല കൂടെ ഒന്ന് കൂടുതൽ. ഇത് വെന്തതാണ്, അപ്പോൾ കൂടുതൽ നേരം നമ്മളിങ്ങനെ ഇട്ട് തീയിലിട്ട് ഇളക്കിയാലുണ്ടല്ലോ ഇവിടെ എണ്ണ അങ്ങ് ഇറങ്ങും. അപ്പം നമ്മളിത് ഉള്ളി ഇട്ട് വാട്ടാൻ നേരത്ത് നമ്മൾ എണ്ണ കുറച്ചെടുക്കണം, അല്ലെ എല്ലാ എണ്ണയും കൂടെ ആകുമ്പോൾ അതിന് ഒത്തിരി നേരമാവും. അപ്പം അതിൻ്റെ കൂടെ തോരൻ ക്യാരറ്റും നമ്മുടെ പിന്നെ ക്യാബേജും കൂടാണ്. ക്യാരറ്റ്, ക്യാബേജ്, ഒരു സവാള നമ്മളിച്ചിരി എണ്ണ ഒഴിച്ച് അതിട്ടു. ഒന്ന് വാടി വരുവാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കണമെന്നുള്ളൊരിത് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം നാട്ടിൽ നിന്ന് പന്നി കൊണ്ടുവന്നല്ലോ എന്നോർത്ത് ചെയ്തതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ കിട്ടില്ലല്ലോ, അതുകൊണ്ട്. ഇനി ഇവരൊന്ന് വാടുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം, ഇച്ചിരി ജീരകം ഇടും, പിന്നെ തേങ്ങ ഇടും. ഇത്രയും കൂടി ഇടുമ്പോൾ ഇവരുടെ കാര്യം കഴിയും. ഇവരെ ഓഫാക്കണം 5 മിനിറ്റിനുള്ളിൽ. എല്ലാം റെഡിയായിട്ടുണ്ടിത്. അങ്ങനെ നമ്മൾ ഓഫാക്കുകയാണ് തീ. ഇതിന് പിന്നെ ഇത്തിരി തേങ്ങ ഇടണം, ജീരകം ഇടുമ്പോൾ അത് ഓക്കെ ആവും. അതൊന്ന് വാടിക്കോട്ടെ, ഞാൻ വരാം. അതാണ്ടേ തോരനൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ടേ, നിങ്ങളോട് പറഞ്ഞില്ല. കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടില്ല. ഇവിടെ കളർ ഉപ്പാണ്, റോസ് കളറാണ്. വീഡിയോയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. തേങ്ങ, ജീരകപ്പൊടിയാണേ, മഞ്ഞൾപ്പൊടി. ഇത് മക്കൾക്ക് തോരനുണ്ടാക്കുക. എനിക്കും ചേച്ചിക്കും പാലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരനുണ്ടാക്കാൻ. അമ്മമാർ അതൊന്നും കൂട്ടത്തില്ല. ക്യാരറ്റോ ബീൻസ് നമ്മൾ ക്യാരറ്റിൻ്റെ കൂടെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ക്യാബേജ്, പിന്നെ അതേപോലെ മുട്ടത്തോരൻ, ഇങ്ങനെയൊക്കെയേ കൂട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ക്യാബേജ് ഇട്ട് മുട്ടയായിരുന്നു. അപ്പോൾ എന്നും അത് വെച്ച് കൊടുത്താൽ ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്ന് വെച്ചാൽ മാറിയത്. അതുകൊണ്ടാണ് ഈ പാലക്കൊക്കെ ഇട്ട് ഞാൻ ചിക്കൻ കറി വെച്ച് കൊടുക്കുവേ, അറിയാതിരിക്കാൻ.
നേരം ഇതെല്ലാം മിക്സായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ അവിടെ ഒന്ന് ചെറിയ തീയിൽ കിടക്കുമ്പോൾ ഒന്ന് ഇതാവും. എന്നിട്ട് അവന്മാർക്ക് ചോറ് കൊടുക്കണം. ഇതിലൊരാൾ സച്ചൂട്ടി പന്നി കഴിക്കത്തില്ല, ഞാനും അങ്ങനെ കഴിക്കത്തില്ല. അപ്പം അവന് ചിക്കൻ കറി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ അവന്മാർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ വന്ന് കാണിക്കാം. പാലക്ക തോരനും ഞങ്ങൾക്കൊരു രസവും കൂടെ വേണം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വിളമ്പി. ഒരാൾക്ക് ബീഫ് പന്നി കഴിക്കത്തില്ല, അതുകൊണ്ട് ചിക്കൻ കറി തോരൻ. ഇദ്ദേഹത്തിന് പന്നി തോരനും ഉണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടത് രസം കഴിക്കത്തില്ല, പകരം സാലഡ്. അന്നേരം അവർക്ക് കൊടുത്തിട്ട് വരാം. അതാണ്ട് രസം വെക്കാനായിട്ട് നമ്മൾ ചട്ടി എടുത്ത് വെച്ച്. ഇന്നത്തെ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിരയുടെ രസമാണ്. മുതിര വേവിച്ചു, അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. മുതിര വേവിച്ചിട്ട് എന്നിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ചട്ടി വെച്ചു, ചട്ടി ചൂടായി. നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. നാടൻ ഫുഡിനൊക്കെ അതാണ് നല്ലത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ വരുന്നില്ല. എന്താ വരുന്നേ? വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുകയെന്ന് പറഞ്ഞിട്ട് വരാനതേ കുപ്പിക്ക് ഊട്ട റെഡിയായിട്ടില്ലായിരുന്നു. കണ്ടേ, ഞാൻ റെഡിയാക്കി എണ്ണ ഒഴിച്ചു. സത്യം പറഞ്ഞാൽ ചട്ടി നല്ല ചൂടായിട്ട് കിടക്കുവാണ്. ഇതെല്ലാം നോക്കാൻ പോയതുകൊണ്ടേ വേണ്ടേ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആഹാ, കടുകിടാം. കടുകിട്ടു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉലുവയും ഇടാം. കടുക് പൊട്ടി. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇത്തിരി ഉലുവ ഇടാം. ഉലുവ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ഇടാം. കൊച്ചുള്ളി ഇട്ട് കറിവേപ്പില ഇടുന്നു. കറിവേപ്പില ഇട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി രസത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വേണ്ട കടുകും ഉള്ളിയെല്ലാം വാടി. അപ്പം നമ്മുടെ മുളകിട്ടു, വറ്റൽ മുളക്. ഇതെന്ന് പറഞ്ഞത് മുതിര വേവിച്ചത് ഞാൻ മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, ജീരകമുണ്ട്, കുരുമുളക് നമ്മൾ പൊടിച്ചു വെച്ചതല്ല, അപ്പോഴെടുത്ത് നമ്മൾ ചേർക്കുന്നതാണ്. അത് ചതച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം എന്തൊക്കെയാണെന്നറിയാമോ? വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ എന്താ ഞാൻ ഇട്ടുണ്ടല്ലോ, പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, ഇത് ഇട്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് വാട്ടാം. കൊച്ചുള്ളി ഉണ്ട് കേട്ടോ, മറന്നുപോയി കൊച്ചുള്ളിയുടെ കാര്യം. കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മുതിര വേവിച്ചുടച്ച് വെച്ചേക്കൊന്ന് ഒഴിക്കണം. കായ ഇടണം. ഇത്തിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇടാം. മുളക് പൊടി കുറച്ചിടാൻ വേണ്ടിയാണ് പച്ചമുളകും കുരുമുളകും ഞാൻ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുതിരയുടെ ആവുമ്പോൾ ഇത്തിരി കുരുമുളകിൻ്റെ എരിവൊക്കെ മുന്നിൽ നിൽക്കണം. ഞാനിത് വാടിയിട്ട് വരാം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കരിയരുത്, മൂത്താൽ മതി. ഇനി നമുക്ക് വേണ്ടേ മല്ലിപ്പൊടി രസത്തിന് ഇച്ചിരി കൂടുതലിടണം. ഞാനിടുന്ന രസത്തിന് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മഞ്ഞപ്പൊടി, നമ്മുടെ കായം നല്ലോണം ഒന്ന് കായം മൂത്താതാണല്ലോ രസത്തിന് നല്ല ഇത് വരുന്നത്. നേരം പിന്നെ എരിവ് കുറഞ്ഞ് ഇച്ചിരി മുളക് പൊടി ഇടണം കേട്ടോ. ഇല്ല ഇടാം.
കാശ്മീരി മുളക് പൊടി എടുത്ത് ഇത്തിരി ഇടണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിനകത്ത് ഞാൻ കൂടുതൽ കാര്യം പറയാൻ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറയുമ്പോൾ വീഡിയോ അങ്ങ് വലുതായിപ്പോവും. അപ്പം അതാരും കാണുന്നില്ലല്ലോ. അന്നേരം എങ്ങനെ ഇത്രയും കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ വേണ്ടേ കാശ്മീരി മുളക് പൊടി ഇത്തിരി ഇടണം. പലരും പല രീതി വയ്ക്കും. ഞാൻ രസം തന്നെ ഇതൊന്നും അല്ല, ഒരു 6-7 രീതി രസം വയ്ക്കാറുണ്ട്. തക്കാളി ഇട്ട് ഇതിനകത്ത് ഞാൻ തക്കാളി ഇടുന്നില്ല. തക്കാളി ഇട്ട് രസം, പിന്നെ പരിപ്പിട്ടത്, അങ്ങനെ ഓരോന്ന് വയ്ക്കാറുണ്ട്. പിന്നെ നമ്മളെ ചോറ് വയ്ക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, രസത്തിന് വെള്ളത്തിന് പകരം ആ കഞ്ഞിവെള്ളം, അരിയുടെ ചോറിൻ്റെ വെള്ളം ഒഴിച്ച് രസം വയ്ക്കാറുണ്ട്. പിന്നെ നമ്മൾ മുളക് ചുട്ട്, പുളിയും മുളകും ചുട്ട് പിഴിഞ്ഞ് പുളിരസം അങ്ങനെ വയ്ക്കാറുണ്ട്. പിഴിഞ്ഞ പുളി പോലെ വയ്ക്കാറുണ്ട്. രസം തന്നെ പലതുണ്ട്. പിന്നിങ്ങനെ ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവന്മാർ മക്കളിതൊന്നും കഴിക്കത്തില്ല കേട്ടോ. അവർ രസമൊന്നും കഴിക്കത്തില്ല. അന്നേരത്തേക്ക് വേണ്ടേ നമ്മുടെ ഇട്ടതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ദാണ്ടെ അരച്ച് വെച്ചേക്കുന്ന ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് ഇന്നലെ എരിശ്ശേരി വെക്കാൻ വേണ്ടി ഇച്ചിരി എടുത്തപ്പോൾ ഞാൻ മുതിരയും വൻപയറിൻ്റെ ഇച്ചിരി ചാറുണ്ട് കേട്ടോ, അതിനകത്തെല്ലാം കൂടെ എടുത്ത് വെച്ചിരുന്ന രസം ഉണ്ടാക്കാനായിട്ട്. വൻപയറിൻ്റെ മാത്രം എടുത്ത് നമ്മളിങ്ങനെ രസം വയ്ക്കാറുണ്ട്. ഇതിനെ ഞാൻ ഇച്ചിരി മുതിരയും കൂടെ വേവിച്ചിട്ട് അതും കൂടെ ചതച്ചിട്ട്, ഇതപ്പം മുതിരയുടെ വെള്ളം എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, മുതിരയും ഉണ്ട്. നമ്മൾ അതിച്ചിരി ചതച്ചിട്ടു. ഇനി നമുക്ക് പുളി ഒഴിക്കാം. പിന്നെ ചൂടുവെള്ളം ഒഴിക്കണം, ഉപ്പിടണം. പിന്നെ തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത്തിരി മല്ലിയില പിച്ചി കീറി അങ്ങ് ഇടുക. സൂപ്പർ രസമായിരിക്കും. വേണ്ടേ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചതാണ്. കല്ലും മണ്ണൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അതും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം, തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കരുത്. ഏത് കറിക്കായാലും നമ്മൾ ഇച്ചിരി ചൂടാക്കിയ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എത്ര നമ്മൾ ചാറ് വേണോ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കണം. ഉപ്പിട്ടിട്ടില്ല ഞാൻ, ഉപ്പിടണം. പിന്നെ തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഇതൊന്നും കരിയാതിരിക്കാൻ. കരിഞ്ഞു പോയാൽ കൊള്ളത്തില്ലല്ലോ. പിന്നെ ലാസ്റ്റ് കായം നോക്കിയിട്ട്, കായം പോരാന്നുണ്ടെങ്കിൽ കായം ഇച്ചിരി കൂടെ നമ്മൾ തിളയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എരിവും പുളിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന കണക്കല്ല. നമ്മളൊരു ഫുഡ് കണ്ടാൽ നമുക്കുള്ളൊരു രീതി ഉണ്ടല്ലോ, അത് രീതിയിൽ നമ്മൾ ചെയ്യുക. ഞാൻ എന്തായാലും ഇന്ന് പാലക്ക് തോരൻ്റെ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലെൻഡായിപ്പോവും വീഡിയോ. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം ഞാനിത് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് ലിയോയും കൂടെ കാണിച്ച് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ ബാക്കി പറയാനാണെങ്കിൽ ഒത്തിരി സമരമൊക്കെ തീർന്നു. പക്ഷേ മക്കളൊക്കെ പലരും ആശുപത്രികളിലൊക്കെയാണ്. സുഖമായിട്ട് വേഗം വരട്ടെ, എല്ലാം നല്ല രീതിയിലാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മക്കളും സുഖമായിട്ട് വരട്ടെ. ആ 19കാരൻ്റെ കണ്ണിൻ്റെ ഒരു കാഴ്ച പോയി. അങ്ങനെ സമരത്തിന് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. പലർക്കും പലതും അനുഭവിച്ചവരുണ്ട്. അവരൊന്നും അവരുടെ നേട്ടത്തിന് വേണ്ടിയല്ല പോയത്. അവരൊന്നും നീറ്റ് എഴുതിയ പിള്ളേരായിരിക്കണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പോയതാണ്. ആ മക്കളൊക്കെ വേഗം സുഖമായി. അതുപോലെ പല മക്കൾക്കും പേര് കേസുണ്ട്. അതൊന്നും ഇല്ലാതെ വരാൻ വേണ്ടി എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാനപ്പോൾ ഇത് ചൂടുവെള്ളം ഒഴിക്കട്ടെ. എൻ്റെ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇനി ഒന്ന് നല്ലോണം വെട്ടിത്തിളയ്ക്കണം. അതുകൊണ്ട് ഞാൻ തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. നല്ലോണം തിളയ്ക്കട്ടെ. കണ്ടോ, പാലൊക്കെ ഞാൻ വെള്ളം തോർത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ പാലക്ക് തോരനായിട്ട് മാത്രം വരാം. എന്ന് വെച്ചാൽ
അതിന് ലെന്ത് കൂടിപ്പോകും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡ് ഇതൊക്കെയാണ്. ഞാൻ ലിയോക്കുട്ടനെയും കൂടെ വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് തിളയ്ക്കുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാതെ മല്ലിയില ഇട്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇത്തിരി കായം കുറവുണ്ട്, അപ്പം ഞാൻ കായവും ചേർത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ എല്ലാം നല്ലതായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. തന്നെ മുളക് പൊടിയുടെ അളവും പുളിയുടെ അളവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഇതുപോലൊക്കെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച്, കുരുമുളക് പച്ചമുളക് ജീരകം ചതച്ച് എല്ലാം നമ്മളൊന്ന് രസം വെച്ച് നോക്കിയിട്ട് സൂപ്പറാണോ അല്ലയോ എന്നൊന്ന് അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയുക, അല്ലേ പറയണ്ട. അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ലിയോക്കുട്ടൻ ഇവിടെ ഒക്കെ ഓടി നടപ്പുണ്ട്, ഞാൻ കാണിച്ചുതരാം. എവിടെയാ? ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയിരിക്കുവാണോ? നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയിരിക്കുവാണോ? ഇങ്ങോട്ട് നോക്കിയേ, സുഖമാണോ? ഇങ്ങോട്ട് നോക്കടാ, ജീവിതമൊക്കെ സുഖമാണോ? ആൻറ്റിയെ നോക്ക്. ഇനി നേരെ നേരെ ഒളിഞ്ഞു നോട്ടം വേണ്ട, നേരെ. സുഖമാണോ? എല്ലാവർക്കും സുഖമാണോന്ന് വരും. ഞങ്ങൾക്കിവിടെ സുഖമാണെന്ന് പറ ലിയോക്കുട്ടൻ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണമെന്ന് പറ. ഓക്കേ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാനും എൻ്റെ ലിയോയും വരുന്നതാണ്. ഓക്കേ.